ചില സംഭവങ്ങൾ അങ്ങനെയാണ്, കൊണ്ടേ പോകൂ എന്നൊക്കെ പറയാറില്ലേ, അതുപോലെയുള്ള സംഭവങ്ങൾ. അതുപോലെ തന്നെയാണ് ചില വെളിപ്പെടുത്തലുകളും. അതും ചിലപ്പോൾ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കും. വലിയ കെട്ടിടങ്ങൾ, ഉയരത്തിൽ കഴിയുന്നവരൊക്കെ തകർന്ന് താഴെ വീഴും. അങ്ങനെയുള്ള ഒരു വെളിപ്പെടുത്തലാണ് യുവനടി റിനി ആൻഡ് ജോർജ് നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ MLA മുഖം മൂടി വലിച്ചു കീറിയ വെളിപ്പെടുത്തലാണ്. ആ വെളിപ്പെടുത്തലിന് പിന്നാലെ നിരവധി വെളിപ്പെടുത്തലുകൾ വന്നു. ഇപ്പോഴിതാ കേസായി. കേസ് എങ്ങോട്ട് പോകുമെന്നറിയില്ല, അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ. പക്ഷെ തകർന്നു വീണത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുഖംമൂടിയായിരുന്നു, കോൺഗ്രസിൻ്റെ ധാർമ്മികതയായിരുന്നു. യുവനടി റിനി ആൻഡ് ജോർജ് ഒരു വാക്ക് ഇൻ്റർവ്യൂവിൽ സ്വാഭാവികമായി പറഞ്ഞതാണ് എന്നാണ് ആദ്യം തോന്നിയത്. എന്നാൽ പിന്നെ അങ്ങനെയല്ലായിരുന്നു, അവർ ബോധപൂർവം തന്നെ പറഞ്ഞതാണ് എന്നും അതിനുശേഷം ആ ഇൻ്റർവ്യൂ വിവാദമാകുകയും ചർച്ചയാകുകയും ഒക്കെ ചെയ്തതിന് ശേഷം പല മാധ്യമങ്ങൾക്കും ഇൻ്റർവ്യൂ നൽകുകയും അന്തിച്ചർച്ചയിൽ പങ്കെടുക്കുകയും അത് വലിയ പ്രശ്നമായി കോളിളക്കമായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ റിനി ആൻഡ് ജോർജ് മറ്റൊരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ട്. സാമാന്യേന ചെറിയൊരു കാര്യമാണെങ്കിലും അതും കൂടി പ്രേക്ഷകർ അറിയേണ്ടതുണ്ട്. ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ്. അതിൽ പറയുന്നു, അവളോടാണ്. ആരോടാണ്? അവളോടാണ്. എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരമായി, അതിക്രൂരമായി പെരുമാറിയ പെൺകുട്ടിയോടാണ്. നിർബന്ധിത ഗർഭചിത്രം നടത്തേണ്ടി വന്ന ഒരു മനുഷ്യ ജീവനോടാണ് റിനി ആൻഡ് ജോർജ് പറയുന്നത്, അവളോടാണ്. പ്രിയ സഹോദരി, ഭയപ്പെടേണ്ട. വേട്ടപ്പട്ടികൾ കുരയ്ക്കുന്നത് നീ കാര്യമാക്കേണ്ട. നിനക്കൊപ്പം കേരളത്തിൻ്റെ മനസാക്ഷി ഉണ്ട്, ഒരു ജനസമൂഹം തന്നെയുണ്ട്. നീയല്ല കരയേണ്ടത്, നീ ചിരിച്ചുകൊണ്ട് ഈ ലോകത്തെ നേരിടണം. കരയേണ്ടതും ഒറ്റപ്പെടേണ്ടതും വേട്ടക്കാരനാണ്. നീ പുറത്തു വരൂ, നിനക്കുണ്ടായ വേദനകൾ സധൈര്യം പറയൂ. നീ ഇരയല്ല, നീ ശക്തിയാണ്, നീ അഗ്നിയാണ്. വളരെ കാര്യമാത്ര പ്രസക്തമായ വാക്കുകൾ തന്നെയാണ്. ഒന്നുകൂടി വായിക്കാം. അവളോടാണ്. പ്രിയ സഹോദരി, ഭയപ്പെടേണ്ട. വേട്ടപ്പട്ടികൾ കുരയ്ക്കുന്നത് നീ കാര്യമാക്കേണ്ട. നിനക്കൊപ്പം കേരളത്തിൻ്റെ മനസാക്ഷിയുണ്ട്, ഒരു ജനസമൂഹം തന്നെയുണ്ട്. നീയല്ല കരയേണ്ടത്, നീ ചിരിച്ചുകൊണ്ട് ഈ ലോകത്തെ നേരിടണം. കരയേണ്ടതും ഒറ്റപ്പെടേണ്ടതും വേട്ടക്കാരനാണ്. നീ പുറത്തു വരൂ, നിനക്കുണ്ടായ വേദനകൾ സധൈര്യം പറയൂ. നീ ഇരയല്ല, നീ ശക്തിയാണ്, നീ അഗ്നിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ഈ പോസ്റ്റ്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വരാനിടയായ ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ നേരിട്ട് കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അക്കാര്യം വെളിപ്പെടുത്തിയത് ലക്ഷ്മി പത്മ തന്നെയാണ്. അവളോടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മി പത്മയും തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. അവളുടെ ഇന്നത്തെ ജീവിതം, അവൾ അനുഭവിക്കുന്ന ട്രോമ, അവൾ അനുഭവിക്കുന്ന ശാരീരിക പ്രശ്നങ്ങൾ എല്ലാം അതിൽ വ്യക്തമായും സ്പഷ്ടമായും പറയുന്നുണ്ട് ലക്ഷ്മി പത്മ. അത് സംബന്ധിച്ച് അവർ പ്രവർത്തിക്കുന്ന ന്യൂസ് ചാനലിൽ, ന്യൂസ് മലയാളം 24x7 എന്ന ന്യൂസ് ചാനലിൽ അതേക്കുറിച്ച് ഒരു വീഡിയോയും ചെയ്തിരുന്നു ലക്ഷ്മി പത്മ. അതിൽ പറയുന്ന കാര്യങ്ങൾ അതും കൂടി അറിഞ്ഞതിന് ശേഷമാണ് റിനി ആൻഡ് ജോർജ് എന്ന യുവനടി ഈ പോസ്റ്റ് കൂടി ഇടുന്നത് എന്നോർക്കണം. എന്ന് വെച്ചാൽ റിനി ആൻഡ് ജോർജാണ് ആദ്യം വെളിപ്പെടുത്തൽ നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ. ഇപ്പോഴും അവർ സധൈര്യം മുന്നോട്ട് പോവുകയാണ്. അവർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. അണുകിട പോലും പിറകോട്ട് പോകാൻ തയ്യാറല്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അതോടൊപ്പം പ്രിയ പെൺകുട്ടി, ദുരിതമനുഭവിക്കുന്ന ക്രൂരതയ്ക്കിരയായ വേട്ടക്കാരിയായ പെൺകുട്ടി, നീ മറഞ്ഞിരിക്കേണ്ടവളല്ല, പുറത്തു വരൂ, സധൈര്യം നേരിടൂ എന്ന് പറയുന്നു. ഭയപ്പെടേണ്ട കാര്യമില്ല, ഒരു സമൂഹം നിന്നെ സംരക്ഷിക്കാൻ ഇവിടെയുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്നു. നീ അഗ്നിയാണ് എന്നുകൂടിയാണ് പറയുന്നത്. നീ അഗ്നിയാണ്, നീ ശക്തിയാണ് എന്നാണ് റിനി ആൻഡ് ജോർജ് പറഞ്ഞു വെക്കുന്നത്. ഭയപ്പെടാതെ പുറത്തു വരൂ, കാര്യങ്ങൾ വിളിച്ചു പറയൂ, എവിടെയൊക്കെയാണ് പറയേണ്ടത് അവിടെയൊക്കെ പറയൂ എന്ന് പറയുകയാണ് റിനി ആൻഡ് ജോർജ് ചെയ്യുന്നത്. റിനി ആൻഡ് ജോർജിന് അങ്ങനെ പറയാൻ അർഹതയുണ്ട്. കാരണം അവരാണ് ആദ്യത്തെ വെളിപ്പെടുത്തൽ നടത്തിയത്, അവർക്കുണ്ടായ അനുഭവം പറഞ്ഞത്. അതാണ് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചത്. അതേ തുടർന്നാണ് നിരവധി പെൺകുട്ടികൾ അവരുടെ നിലപാടുകൾ പറഞ്ഞ് രംഗത്ത് വന്നത്. അതോടുകൂടിയാണ് പല ശബ്ദരേഖകളും പുറത്തു വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്ന ശബ്ദരേഖ, ഗർഭചിത്രം നടത്തേണ്ടി വന്ന പെൺകുട്ടിയോട് സംസാരിക്കുന്ന ശബ്ദരേഖ,
പുറത്തു വന്നു, മൊബൈൽ ശബ്ദരേഖ പുറത്തു വന്നു. അതൊക്കെ വലിയ കോളിളക്കം സൃഷ്ടിച്ചു. അതിനുശേഷവും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നു. അതൊക്കെ AI സൃഷ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുന്നു, പ്രസ്താവനകൾ നടത്തുന്നു. ഉത്തരവാദപ്പെട്ടവർ, UDF കൺവീനർ, മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ പെൺകുട്ടിയെ തള്ളിക്കൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചുകൊണ്ടും രംഗത്ത് വരുന്നു. ഷാഫി പറമ്പിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചുകൊണ്ട് കൂടെയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ലക്ഷ്മി പത്മ ഈ പെൺകുട്ടിയെ കാണുകയും സംസാരിക്കുകയും കണ്ട കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തത്. അതിനുശേഷമാണ് റിനി ആൻ ജോർജ് ഈ പോസ്റ്റ് ഇടുന്നത് അവളോട് എന്ന് പറഞ്ഞുകൊണ്ട്, നീ ശക്തിയാണ്, നീ അഗ്നിയാണ്, സധൈര്യം മുന്നോട്ട് വരൂ, മാറി നിൽക്കേണ്ടവളല്ല, ഒളിച്ചിരിക്കേണ്ടവളല്ല, പുറത്തു വന്ന് സധൈര്യം വിളിച്ചു പറയൂ എന്ന പോസ്റ്റ് കൂടി, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കൂടി പങ്കുവെക്കുന്നത് ജനങ്ങൾക്ക് മുന്നിലേക്ക്, സമൂഹത്തിന് മുന്നിലേക്ക് എന്തുകൊണ്ടും അതും കൂടി കേരളം ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇങ്ങനെ ഒളിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ടോ ആ പെൺകുട്ടി എന്ന കാര്യം.